SJP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഇടവമാസത്തെ ഫലം തന്നെയാണ്. ഇടവമാസ ഫലം എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിക്കൂറുകാരുടെ ഫലമാണ്. അതായത് മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യപാദം നക്ഷത്രക്കാരുടെ ഇടവമാസത്തെ ഫലമാണ് പറയുന്നത്. ഇടവമാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യാഴം ഉൾപ്പെടെ 6 ഗ്രഹങ്ങൾ രാശി മാറുന്ന അപൂർവ സംഭവം നടക്കുന്ന ഒരു മാസമാണ്. വ്യാഴത്തിൻ്റെ കാര്യം പറയുമ്പോൾ മെയ് 14-ാം തീയതി രാത്രി 10 മണി കഴിഞ്ഞാണ് രാശി മാറുന്നതെങ്കിലും പിറ്റേ ദിവസം 15-ാം തീയതി സൂര്യോദയം എന്ന് പറയുന്നത് ഇടവമാസം 1-ാം തീയതിയാണ്. അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ ഒരു രാശി മാറ്റമായി തന്നെ കണക്കാക്കാം. മെയ് 18-ന് രാഹു കേതുക്കൾ രാശി മാറും. മെയ് 23-ന് ബുധൻ ഇടവൻ രാശിയിലേക്കും ജൂൺ 6-ന് മിഥുനൻ രാശിയിലേക്കും രാശി മാറും. മെയ് 31-ന് ശുക്രൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് മാറും. ജൂൺ 7-ന് ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്ന ഒരു കാര്യമാണ്. ഇത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്രയും ഗ്രഹങ്ങൾ ഒരുമിച്ച് രാശി മാറുന്ന ഒരു സംഭവം, അതായത് 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത്രയും ഗ്രഹങ്ങൾ 6-7 ഗ്രഹങ്ങൾ രാശി മാറുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു സംഭവം തന്നെയാണ്. അപ്പം ഈ രാശിമാറ്റം എന്ന് പറയുന്നത് പൊതുവെ ഒരു മാറ്റത്തിൻ്റെ സൂചന തരുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ സമൂഹത്തിലായാലും പ്രകൃതിയിലായാലും നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിലായാലും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലായാലും ഒക്കെ തന്നെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് നാളായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊതുവായ ഒരു വീഡിയോയിൽ ചൊവ്വയുടെ സ്വഭാവം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പോരാട്ടം, കലഹം, അക്രമം, അപകടം, തീപിടുത്തം, അതുപോലെ തന്നെ സർജറി, ചികിത്സാ സമ്പ്രദായത്തിൽ വരുന്ന പിഴവുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇത്തരം ധാരാളം സംഭവങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വാർത്താമാധ്യമങ്ങളിലൂടെ നമുക്കറിയാനും സാധിക്കും. പല രാജ്യങ്ങളിലും വൻ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലും ചികിത്സാ സംബന്ധമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. സർജറിയിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതിനെതിരെ തിരിച്ചടി ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ഈ ചൊവ്വയുടെ ഒരു പോരാട്ടത്തിൻ്റെ സൂചനയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജലയുദ്ധം നമ്മൾ പാകിസ്ഥാനുമായിട്ട് നടത്തിയ ആ ഒരു കരാർ മരവിപ്പിച്ച സംഭവം കൂടി ഇതിനകത്ത്, കാരണം കർക്കിടകത്തിലെ ചൊവ്വയാണ്, അത് ജലത്തെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളിലൂടെയും മാറ്റത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഇടവമാസത്തിൽ 6 ഗ്രഹങ്ങൾ, വ്യാഴം ഉൾപ്പെടെ പറയുമ്പോൾ 7 ഗ്രഹങ്ങൾ രാശി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവമാസം കർമ്മരംഗം കൂടുതൽ സജീവമാകുന്നതിന് കാരണമാകും. സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ സ്ഥാനക്കയറ്റത്തിനും അതുപോലെ പ്രമോഷൻ ടെസ്റ്റ് എഴുതുന്നവർക്ക് അതിനുള്ള വിജയസാധ്യതയും കാണിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇടവമാസം അല്ലെങ്കിൽ ഇടവത്തിലെ ആദിത്യൻ എന്ന് പറയുന്നത് കർമ്മസ്ഥാനത്താണ്, 10-ാം ഭാവത്തിലാണ്. അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ദൂരദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ചിങ്ങൻ രാശിക്കാർക്ക് മാർഗസ്ഥാനമായ 7-ൽ ശനി സഞ്ചരിച്ച സമയം ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ തടസ്സവും അതുപോലെ തന്നെ ഒരുതരം അലംഭാവവും അലസതയും ഒക്കെ തന്നെ ഉണ്ടാക്കിയ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ശനി അഷ്ടമത്തിലേക്ക് മാറുന്നത്. അപ്പം ശനി അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ തന്നെ അഷ്ടമത്തിൽ നിന്ന് രാഹു 7-ാം ഭാവത്തിലേക്ക് തിരികെ വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അന്യനാടുമായിട്ട് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാധ്യതയും, 7-ലെ രാഹു മറ്റു ചില കാര്യങ്ങൾ പറയുന്നത് പങ്കാളിയുമായിട്ടൊക്കെ ഒരല്പം അകൽച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമതകളോ ആരോഗ്യ സംബന്ധമായിട്ടോ ആഭ്യന്തര കാര്യത്തിലോ ഒക്കെ ഉണ്ടാകാം എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നവർക്ക് മെയ് അവസാനം ആഴ്ച മുതൽ നല്ല സമയമാണ്. ജോലി സംബന്ധമായ കാര്യത്തിലും അനുകൂലമായ സമയമാണ്. അതുപോലെ വിദ്യാഭ്യാസം, ജോലി എന്നീ കാര്യങ്ങൾക്കായി രാജ്യം വിട്ടുപോകുന്നവരുടെ ഒരു പ്രവണത മെയ് അവസാനത്തോടെ കുറയാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്.
കാരണം നാട്ടിൽ ഒരു ജോലി കിട്ടിയാൽ മതി എന്ന ഒരു തോന്നൽ ഉണ്ടായി വരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കാരണം കുറച്ച് നാളായി നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ, യുവതീ യുവാക്കളെല്ലാം അന്യരാജ്യത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ചെറുപ്പക്കാർ, ഇങ്ങനെ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അതിനൊക്കെ ഒരു മാറ്റം വരാം എന്നതിൻ്റെ ഒരു സൂചനയും നൽകുന്നുണ്ട്. 4-9 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ചൊവ്വ യോഗകാരകനാണ്. കാരണം കേന്ദ്ര ത്രികോണ ആധിപത്യം. പക്ഷെ അത് 12-ൽ നീചനായിട്ട് നിൽക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത്ര മെച്ചവുമല്ല. ജാതകത്തിൽ ചൊവ്വ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിൽ 3, 6, 11 ഭാവത്തിലൊക്കെ നിൽക്കുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അവർക്ക് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകാൻ സാധിക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദോഷം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയേണ്ട ഒരു സാഹചര്യവും വരാം. കാരണം 9-ാം ഭാവത്തിൻ്റെ 4 കേന്ദ്ര ത്രികോണ ആധിപത്യമുള്ള യോഗകാരകനായ ചൊവ്വയാണ് മോശമായിട്ട് നിൽക്കുന്നത്. ചൊവ്വ മോശമായ ജാതകത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭദ്രകാളിക്ക് കടും പായസമോ രക്തപുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ കുങ്കുമാർച്ചനയോ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാട് ഏതാണോ അതൊക്കെ ചെയ്യുക. ഇതൊന്നുമില്ല എങ്കിൽ നല്ല ചുവന്ന നിറമുള്ള കുറച്ച് തെറ്റിപ്പൂവ് പറിച്ചു കൊണ്ടുപോയി അവിടെ പൂജയ്ക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. കാരണം രാജാവിനെയും ദേവനെയും കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൈവശം ഉണ്ടായിരിക്കണം എന്നതാണ് അതിൻ്റെ ഒരു നിയമം. ജൂൺ 7 മുതലുള്ള സമയം ചൊവ്വ രാശി മാറും. രാശി മാറുമ്പോൾ അത് ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ അവർക്ക് ജന്മരാശിയിലേക്കാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ജൂൺ 7 മുതൽ സുബ്രഹ്മണ്യനാണ് അതിൻ്റെ ദേവതയായിട്ട് വരുന്നത്. അപ്പം സുബ്രഹ്മണ്യന് പഞ്ചാമൃതമോ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് പറ്റുന്ന ഏത് വഴിപാടാണോ ഉള്ളത് അത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ നടത്തുകയും സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുകയും അതുപോലെ ഷഷ്ഠവ്രതമൊക്കെ അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കർമ്മസ്ഥാനത്ത് ഗോചരത്തിൽ വ്യാഴം വരുന്നത് അത്ര നല്ലതല്ല. നല്ലത് വിചാരിച്ചാലും അതിൻ്റെ ഗുണം കുറയും എന്നൊക്കെ ഒരു നിയമമുണ്ട്. എന്നാൽ വ്യാഴം രാശി മാറി മിഥുനത്തിൽ 11-ാം ഭാവത്തിലേക്ക് വരുന്നത് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിമാറ്റം വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം 11-ാം ഭാവത്തിൽ വ്യാഴം മിഥുനത്തിൽ വരുന്നു. ലാഭസ്ഥാനവും ആഗമന സ്ഥാനവുമാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മേന്മകളും ലാഭവും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം കൂടിയാണ്. 5-ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും വേണ്ടിയുള്ള പല പദ്ധതികളും നടപ്പാക്കാൻ കഴിയും. അത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ സന്താന ദുഃഖം അനുഭവിച്ചുകൊണ്ടിരുന്നവരെ സംബന്ധിച്ചിടത്തോളം സന്താന ലാഭത്തിന് സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ്. 11-ലെ വ്യാഴം സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാനും സാമ്പത്തികമായി കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളും നേട്ടവും ഉണ്ടാകാനുമൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. വ്യാഴം സാമ്പത്തികമായ കാര്യത്തിലും ബുദ്ധിപരമായ കാര്യത്തിലും നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. അത് 11-ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു അനുഭവം തന്നെ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്കുണ്ടാകും. മറ്റൊരു കാര്യം, നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ബലവാനായ ഇഷ്ടഭാവത്തിലായിരിക്കണം എന്നുകൂടി നമ്മൾ ഓർക്കണം. കാരണം വ്യാഴം അനുകൂലമല്ലാതെ നീചനായിട്ട് 6-8-12-ാം ഭാവത്തിലോ അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 11-ൽ വ്യാഴം വന്നാലും ഒരുപാട് മെച്ചമുണ്ടാകും എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർ തീർച്ചയായും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈശ്വര വിചാരത്തോടു കൂടി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യണം. വലിയ ദോഷം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്, എന്നാൽ ഗുണം വളരെയേറെ കുറയും. അതാണ് ഇഷ്ടഭാവത്തിൽ ഗോചരത്തിൽ വരുമ്പോഴുള്ള ഒരു കാര്യം. ജാതകത്തിൽ മോശവും ഗോചരത്തിൽ നന്നായിട്ടും വരുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടുമല്ലാത്ത ഒരു ഫലമായിരിക്കും അനുഭവപ്പെടുക. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് 2-ൻ്റെയും 11-ൻ്റെയും ആധിപത്യമുള്ള ഗ്രഹമാണ് ബുധൻ. അപ്പം അത് നീചവും മൗഢ്യവും പ്രാപിച്ച് കുറച്ചു കാലം സഞ്ചരിച്ച് ഇടവമാസത്തിൽ ആദ്യം കുറച്ച് ദിവസം ബുധൻ മീനത്തിൽ നിന്ന് പിന്നീട് മേടൻ രാശിയിലേക്ക് വരികയാണ്. അത് യുവതീ യുവാക്കളിൽ ചില വാശിയും
അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കണം അല്ലെങ്കിൽ നടക്കണം എന്നുള്ള ഒരു ചിന്താഗതിയും പിടിവാശിയും ഒക്കെ ഉണ്ടാകാം. മറ്റുള്ളവർ പറയുന്ന പല കാര്യങ്ങളെയും ചിലപ്പോൾ ഇവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയെന്നും വരത്തില്ല. അവരവരുടെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്യും. എന്നാൽ മെയ് 23 മുതൽ ഇടവൻ രാശിയിലേക്ക് ബുധൻ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചിന്താഗതിക്കൊക്കെ ഒരു മാറ്റം വരും. കാരണം ഇടവൻ രാശി ശുക്രൻ്റെ രാശിയാണ്. അത് പരസ്പരം ബന്ധുക്കളാണ്. അത് ക്രിയാത്മകമായി കാര്യങ്ങൾ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കും. അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് പരസ്പരം ഒരു സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവും. 10ാം ഭാവം ആയതുകൊണ്ട് തന്നെ തൊഴിൽപരമായ പല കാര്യങ്ങളിലും ഇവർ പ്രാധാന്യം നൽകും. വ്യാഴം മിഥുനത്തിൽ വരുമ്പോൾ 3, 5, 7 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. ഇത് 7ൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷത്തിൻ്റെ ശക്തിയെ കുറയ്ക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം 7ാം ഭാവം എന്ന് പറയുന്നത് മാർഗസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ തടസ്സത്തിൻ്റെ അല്ലെങ്കിൽ വഴി തിരിച്ച് വിടുന്നതിൻ്റെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ 7ാം ഭാവം പറയാം. മറ്റൊരു രീതിയിൽ പറയുമ്പോൾ അത് ദാമ്പത്യ ജീവിതത്തെ അല്ലെങ്കിൽ പാർട്ട്ണറെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പം അവിടെ രാഹു വരിക എന്ന് പറയുമ്പം അതിനും ഒരു നല്ല സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ രാഹുവിൻ്റെ ദോഷത്തിന് അതിൻ്റെ ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ചിങ്ങൻ രാശിക്കാരെ സഹായിക്കുന്ന ഒരു ഗ്രഹം മിഥുനത്തിൽ നിൽക്കുമ്പോൾ കുംഭൻ രാശിയിലേക്ക് അതിൻ്റെ പൂർണ്ണദൃഷ്ടി ലഭിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം ആ വലിയ ദോഷത്തിന് ഒരു ചെറിയ കുറവ് വരും. രാഹു 1.5 വർഷം 7ാം ഭാവത്തിൽ സഞ്ചരിക്കും, അതായത് കുംഭൻ രാശി സഞ്ചരിക്കും. ഇപ്പം അത്രയും കാലം ഈ വ്യാഴത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാകൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുടുംബപരമായോ അല്ലാതെയോ സർപ്പാരാധന നടത്തുന്ന ക്ഷേത്രങ്ങളോ കാവോ അങ്ങനെയൊക്കെ ഉള്ളത് എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, അത് കുടുംബത്തിൻ്റെ വകയായിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതല്ല അല്ലാതെയാണെങ്കിലും അങ്ങനെയുള്ളിടത്ത് ആയില്യം പൂജയോ സർപ്പവിലിയോ ഇങ്ങനെയൊക്കെ 100 പാലും കഴിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള പതിവ് കാര്യങ്ങൾ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നടത്തുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു 100 പാലും കഴിക്കുന്നത് വളരെയേറെ നല്ല കാര്യം തന്നെയാണ്. മെയ് 31 വരെ ശുക്രൻ ഉച്ചത്തിലാണ്. എല്ലാവിധ ആഡംബര സുഖവും ശുക്രൻ നൽകും. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. കാരണം ആഡംബരത്തിൻ്റെ സുഖ സൗകര്യങ്ങളുടെ ഭൗതിക സുഖ സൗകര്യങ്ങളുടെ ഒരു ഗ്രഹമാണ് ശുക്രൻ. അത് ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവിധ സൗകര്യങ്ങളും അതുണ്ടാക്കി തരും. ഭക്ഷണമായാലും പാർപ്പിടമായാലും സ്ത്രീ സുഖമായാലും പൊതുവെ എല്ലാത്തിൻ്റെയും ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള സുഖം അതെല്ലാം ഉണ്ടാക്കി തരുമ്പോൾ ശനിയുടെ വരവോടെ ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് പോയപ്പോൾ അത് ശുക്രനോട് കൂടി ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വന്നപ്പോൾ അതിനെല്ലാം തന്നെ ഒരു ഭംഗം അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുന്നതിൻ്റെ തുടർച്ചയായും അല്ലെങ്കിൽ ആ ഒരു കാര്യവും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ശനിയും ശുക്രനും ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്നാൽ പിന്നീട് ശുക്രൻ മേടൻ രാശിയിലേക്ക് മാറുകയാണ്. അപ്പോൾ 11-ൽ വ്യാഴവും 10-ലെ ബുധനും വേദമായിട്ട് വരുന്നതും, കാരണം ഗോചരത്തിൽ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ നമ്മൾ ചാരവശാലുള്ള കാര്യങ്ങൾ കണക്കാക്കുമ്പോൾ ഗോചരത്തിൽ ഒരു ഗ്രഹം നിന്നാൽ വേദസ്ഥാനത്ത് മറ്റൊരു ഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലത്തിന് വ്യത്യാസം വരാം എന്നൊരു സൂചന പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ 11-ലെ വ്യാഴത്തിനും 10-ലെ അല്ല 11-ലെ വ്യാഴത്തിനും 10-ലെ ബുധനും ഭേദമായിട്ട് വരുന്നത് അഷ്ടമത്തിലെ ശനിയാണ്. അതുകൊണ്ട് തന്നെ ശനിദോഷത്തിന് വേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യണം. ശനിയാഴ്ച ദിവസം നീലാകറുപ്പ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ ശാസ്താവിന് കർപ്പൂരമെങ്കിലും കത്തിച്ച് പ്രാർത്ഥിക്കുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ശനിയെ സംബന്ധിച്ച് ശാസ്താവിനെയും ശനിയെയും സൂചിപ്പിക്കുന്ന ഒരുപാട് സ്തോത്രങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ജപിക്കുകയും ശനിയാഴ്ച ദിവസം ശാസ്താവിൻ്റെ അടുത്ത് ഏതെങ്കിലും ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ഒക്കെ ഫലത്തെ കുറയ്ക്കുന്നതിന് ഇടയായി നിൽക്കുന്ന ശനിയുടെ ദോഷത്തിൻ്റെ ഒരു പരിഹാരമായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇടവമാസം ഒരുപാട് മെച്ചപ്പെട്ട അനുഭവങ്ങൾ തരുന്ന ഒരു മാസമാണ്. അവിടെയാണ് ചില തടസ്സങ്ങളും ഈ ഗ്രഹങ്ങളുടെ ഒരു ബന്ധത്തിൽ ചില സാധ്യതകളെയും ഒക്കെ ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പം അത്
പ്രത്യേകിച്ച് 3 ഗ്രഹങ്ങളുടെ ഒരു കാര്യം നമുക്കിവിടെ ചിന്തിക്കാൻ പറ്റും. ഒന്ന് ചൊവ്വ, ഒന്ന് രാഹു, ഒന്ന് ശനി. ഈ 3 ഗ്രഹങ്ങളുടെ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ആണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അത് നിങ്ങൾ നിറവേറ്റിയാൽ പല മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ഈ ചൊവ്വായും രാഹുവും ശനിയൊക്കെ നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ചൊവ്വായുടെ ദോഷത്തിനും രാഹുവിൻ്റെ ദോഷത്തിനും ശനിയുടെ ദോഷത്തിനും പരിഹാരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് സൂചിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.